ആഗോള സാമ്പത്തിക രംഗത്തെയും രാഷ്ട്രീയ സാഹചര്യങ്ങളെയും മാറ്റിമറിക്കാൻ ശേഷിയുള്ള പശ്ചിമേഷ്യയിലെ ഏറ്റവും നിർണായകമായ ഒരു തർക്ക വിഷയമാണിന്ന് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ്. ഈ ഘട്ടത്തിലാണ് ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണവും ഇറാൻ വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത നിലപാടുകളും വീണ്ടും അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയായിരിക്കുന്നത്. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ ഏതാണ്ട് 1/5 കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിലോ അവിടെ ഇറാന്റെ സാന്നിധ്യം അനുവദിക്കുന്നതിലോ ട്രംപ് ഇപ്പോഴും അങ്ങേയറ്റം ദുഃഖിതനാണ് എന്നതാണ് ഏറ്റവും പുതിയ വാർത്തകൾ നൽകുന്ന സൂചന. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഈ മേഖലയിൽ നടത്തുന്ന ഇടപെടലുകളും കടലിടുക്കിനുമേലുള്ള അവരുടെ അവകാശവാദങ്ങളും അമേരിക്കയുടെ ദേശീയ താൽപ്പര്യങ്ങൾക്കും ആഗോള എണ്ണ വിപണിയുടെ സുസ്ഥിരതയ്ക്കും വലിയ ഭീഷണിയാണ്. തന്റെ ആദ്യ ഭരണകാലം മുതൽക്കേ ഇറാനെതിരെ പരമാവധി സമ്മർദ്ദം ചെലുത്തുന്ന മാക്സിമം പ്രഷർ പോളിസിയാണ് അദ്ദേഹം സ്വീകരിച്ചു പോകുന്നത്. നിലവിൽ ഹോർമൂസ് കടലിടുക്കിന്റെ കാര്യത്തിലും അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ നിലപാട്. കടലിടുക്ക് തുറക്കുന്നതും ഇറാന് അവിടെ സ്വതന്ത്രമായി ഇടപെടാൻ അവസരം ലഭിക്കുന്നതും മേഖലയിൽ അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കുമെന്നതാണ് ട്രംപിന്റെ പ്രധാന ആശങ്ക. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ എണ്ണപ്പാതകളിൽ ഒന്നായ ഇവിടെ ഇറാൻ നിയന്ത്രണം ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര കപ്പലുകൾക്ക് തടസ്സം സൃഷ്ടിക്കുകയോ ചെയ്താൽ അത് ആഗോള ഇന്ധന വിലയിൽ വൻ വർധനവിന് കാരണമാകും. ഇത്തരം സാഹചര്യങ്ങൾ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കുമെന്നും അതിനാൽ ഇറാനെ ഒരു തരത്തിലും അതിനനുവദിക്കില്ല എന്നുമാണ് ട്രംപ് വാദിക്കുന്നത്. സമുദ്രപാതകൾ തുറന്നിടുക എന്നത് അന്താരാഷ്ട്ര നിയമമാണെങ്കിലും ഇറാന്റെ കാര്യത്തിൽ കടുത്ത നിയന്ത്രണങ്ങൾ വേണമെന്ന വാശിയിലാണ് ട്രംപ്. ഈ മേഖലയിലെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ആധിപത്യം ഉറപ്പിക്കണമെന്നും ഇറാന്റെ ആണവ സൈനിക മോഹങ്ങൾക്ക് തടയണമെന്നും അദ്ദേഹം തുടർച്ചയായി ആവശ്യപ്പെടുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായ ഗതാഗതം ഉറപ്പാക്കാൻ കൂടുതൽ സൈനിക ഇടപെടലുകൾ വേണമെന്ന സൂചനകളും ഇതിലൂടെ അദ്ദേഹം നൽകുന്നുണ്ട്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ട്രംപിന്റെ ഈ നിലപാട് പശ്ചിമേഷ്യയിലെ സംഘർഷം വർദ്ധിപ്പിക്കാനാണ് സാധ്യത. ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടുമെന്ന് ഇറാൻ മുൻപും പലതവണ ഭീഷണി മുഴക്കിയിട്ടുള്ളതാണ്. ഇത്തരം നീക്കങ്ങൾക്കെതിരെ ഏറ്റവും കടുത്ത രീതിയിൽ പ്രതികരിക്കുമെന്ന് ട്രംപ് പലപ്പോഴായി വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഈ വിഷയം കേവലം ഒരു സമുദ്രപാതയുടെ നിയന്ത്രണമല്ല, മറിച്ച് ഇറാനെ സാമ്പത്തികമായി തളർത്താനുള്ള അമേരിക്കയുടെ തന്ത്രത്തിന്റെ ഭാഗം കൂടിയാണ്. എണ്ണ കയറ്റുമതി തടയുന്നതിലൂടെ ഇറാന്റെ വരുമാന മാർഗങ്ങൾ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട്. ഹോർമൂസ് കടലിടുക്ക് തുറന്നു നൽകുന്നതിലൂടെ ഇറാന് ലഭിക്കുന്ന നയതന്ത്രപരമായ മുൻതൂക്കം തടയാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. തന്റെ രാഷ്ട്രീയ പ്രസംഗങ്ങളിലുടനീളം അദ്ദേഹം ഈ അതൃപ്തി പ്രകടിപ്പിക്കാറുമുണ്ട്. ഇറാന് മേലുള്ള ഉപരോധങ്ങൾ കർശനമാക്കണമെന്നും അവരെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കണമെന്നുമാണ് അദ്ദേഹത്തിന്റെ പക്ഷം. ഭാവിയിൽ ട്രംപ് വീണ്ടും അധികാരത്തിലെത്തുകയാണെങ്കിൽ ഹോർമൂസ് കടലിടുക്കിലെ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാകാനാണ് സാധ്യത. അമേരിക്കയുടെ ഗൾഫ് സഖ്യകക്ഷികളുമായി ബന്ധം ശക്തിപ്പെടുത്തി ഇറാനെ ഒറ്റപ്പെടുത്താനായിരിക്കണം അദ്ദേഹത്തിന്റെ ശ്രമം. ആഗോള എണ്ണ വിപണിയിൽ ഇറാൻ നടത്തുന്ന നീക്കങ്ങൾ ഓരോന്നും നിരീക്ഷിക്കപ്പെടണമെന്നും യാതൊരു കാരണവശാലും അവർക്ക് ഹോർമൂസ് കടലിടുക്കിൽ മേൽക്കൈ നൽകരുതെന്നും ട്രംപ് ആവർത്തിക്കുന്നുണ്ട്.